ഏകസ്വരമിത്രങ്ങളായ ലോകമാനവരാശിക്ക് നമസ്കാരം. ഇന്നത്തെ വ്യത്യസ്തൻ്റെ വീഡിയോ യുക്തിവാദികളോടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. സോഷ്യൽ മീഡിയകളുടെ ആവിർഭാവത്തോടെ യുക്തിവാദികൾ ഇഷ്ടംപോലെ പ്രതികരിക്കുന്നുണ്ട്. സാമൂഹിക അപജയങ്ങളെ ചോദ്യം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും യുക്തിവാദിയാണ്. അത് രാഷ്ട്രീയമോ മതപരമോ ദൈവികമോ സ്വർഗീയമോ മാനവികമോ ആയ പലതുമാകാം. യുക്തിവാദികൾ ഉണ്ടായത് ഇന്നും ഇന്നലെയുമല്ല. സാമൂഹിക തലത്തിലേക്ക് മനുഷ്യ ജീവിത രംഗം വളർന്നതോടെ എവിടെയും രണ്ടഭിപ്രായങ്ങളും തർക്കങ്ങളും ലോകത്തെമ്പാടും ഉണ്ടായിക്കൊണ്ടിരുന്നു. അത് മേൽപ്പറഞ്ഞ മൂല്യങ്ങളിലും ദൈവങ്ങളിലും ആചാരങ്ങളിലും ആഹാരത്തിലും വസ്ത്രത്തിലും പ്രതികരിച്ചുകൊണ്ടുള്ള തർക്ക വിഷയങ്ങളാക്കി എന്നെന്നും നിലനിർത്തി. അങ്ങനെ എണ്ണമില്ലാത്ത വർഷങ്ങൾക്ക് പുറകിൽ പോലും സംഭവിച്ചുകൊണ്ടിരുന്ന തർക്ക വിഷയങ്ങളെ കാലങ്ങൾക്കനുസരിച്ച് പുതുക്കി ചവച്ചു തുപ്പിക്കൊണ്ട് ഇന്നത്തെ യുക്തിവാദികളും സാമൂഹിക സന്ദേശം കൊടുക്കാത്ത അർത്ഥശൂന്യത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് വ്യത്യസ്തൻ ബലമായി സംശയിക്കുന്നു. മേൽപ്പറഞ്ഞ അർത്ഥശൂന്യതയെന്ന യുക്തിവാദത്തിൻ്റെ നിർവചനമില്ലായ്മ ലോക ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. ഉള്ള അറിവിൽ നിന്നും യുക്തിവാദത്തിൻ്റെ ലേബൽ നിലനിർത്തിക്കൊണ്ട് മാത്രം സ്ഥിരമായി മുൻപോട്ട് പോയാൽ സാമൂഹിക അപജയങ്ങൾക്ക് വിരാമം ആവുകയില്ല. ഒന്നും അറിയാൻ വയ്യാത്ത സാധാരണ ജനങ്ങളെ തർക്കത്തിൽ കുരുക്കി നിശബ്ദനാക്കിയാൽ ലോക ദൈവങ്ങളുടെ മൂല്യങ്ങളുടെയും അവർ സൃഷ്ടിച്ച ആചാരങ്ങളുടെയും ഭാവനകളുടെയും ആത്മീയ ചിന്തകളുടെയും ചട്ടക്കൂട്ടിൽ സ്വയം സൃഷ്ടിക്കപ്പെട്ട വ്യക്തികളുടെ സ്വത്വബോധത്തിന് പകരമാകുകയില്ല. അങ്ങനെ പകരം വയ്ക്കാവുന്ന ഒരു സ്വത്വബോധം സൃഷ്ടിപരമാകാത്തിടത്തോളം കാലം വെള്ളത്തിൽ പൊന്തിക്കിടന്നൊഴുകുന്ന തെർമോക്കോൾ പോലെ യുക്തിവാദം ഓരോ കാലത്തിലും അർത്ഥമില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കും. മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചുള്ള നിർവചനത്തെക്കുറിച്ചാണ് വ്യത്യസ്തൻ അർത്ഥമാക്കുന്നത്. ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തത കൈവരിച്ച മൂല്യങ്ങളിന്മേൽ മനുഷ്യൻ എന്ന നാമത്തിലേക്ക് കടന്നുകയറ്റം നടത്തുകയും കാലഘട്ടങ്ങളുടെ ആർജിതത്വത്തിന്മേൽ ഭാവനകൾ വളരുവാനുള്ള ബ്രെയിൻ വളർച്ചയുടെ വിധേയത്വമനുസരിച്ച് വ്യതിയാനങ്ങളുള്ള മൂല്യാവസ്ഥകളായി കുലം, ജാതി, വംശം എന്നിവകളിലൂടെ വിഘടിതത്വം സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഈ വിഘടിത രൂപങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ലോക മനുഷ്യൻ്റെ മൂല്യാവസ്ഥകൾക്ക് ഒരു സ്ഥിരം നിർവചനം ആവശ്യമാണ്. വെറും തർക്കങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. യുക്തിവാദികൾ ഈ വിഷയങ്ങളിൽ ഉദാത്തമായ സംഭാവന നൽകുവാൻ ബ്രെയിൻ വളർച്ച നേടിയവരാണ്. യുക്തിവാദികളുടെ ലോക സമ്മേളനം നടക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. എന്ത് സന്ദേശമാണ് ഈ പുതുവർഷത്തിൽ അന്ധവിശ്വാസങ്ങൾക്കും യുക്തിരഹിതമായ സ്വർഗചിന്തകൾക്കും ബദലായി അവതരിപ്പിക്കാനുള്ളത് എന്നറിയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വ്യത്യസ്തൻ നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് അപേക്ഷിക്കുന്നു.